ഹലോ മക്കൾസ്, ഹൈഡ്രോ കാർബൺസിലുള്ള മെക്കാനിസംസ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ 2-3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അതും കുറേ മുമ്പൊക്കെ വന്നതാണ്. പക്ഷേ നമുക്കിപ്പം പാറ്റേണൊക്കെ മാറിയ സ്ഥിതിക്ക്, ക്വസ്റ്റ്യൻ ടഫാവുന്നൊക്കെ സ്ഥിതിക്ക് ചിലപ്പം നിങ്ങൾക്കും ആ ഭാഗ്യം കിട്ടും, ആ ക്വസ്റ്റ്യൻ്റെ ഭാഗ്യം കിട്ടും. അതുകൊണ്ട് നമുക്കത് വേഗത്തിലൊന്ന് പഠിച്ചു പോകാം. എങ്ങനെയാണ് പെട്ടെന്ന് പഠിപ്പിച്ചു തരാം, ഈസി ആയിട്ട് പഠിപ്പിച്ചു തരാം. നോക്കിയേ, ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു 2-3 ടോപ്പിക്കിൻ്റെ താഴെയാണ് നമുക്ക് മെക്കാനിസങ്ങൾ പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മാർക്കോണിക്കോഫ് റൂളിൽ വരുന്ന മെക്കാനിസമാണ്. സോ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു റിയാക്ഷൻ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ആ റിയാക്ഷൻ നടക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്? നമ്മൾ മെക്കാനിസം പറയുമ്പോൾ റിയാക്റ്റൻ്റ് എടുത്തു, അതിലേക്ക് ഒരാളെ ചേർത്തു, അപ്പോൾ പ്രൊഡക്റ്റ് കിട്ടി എന്നതിനപ്പുറം ആ പ്രൊഡക്റ്റ് തന്നെ കിട്ടാൻ അതിൻ്റെ ഉള്ളിൽ നടന്ന റിയാക്ഷൻ എന്ത് അതാണ് മെക്കാനിസം. അതിൻ്റെ ഉള്ളിൽ നടന്ന കറക്റ്റ് നടന്നത് എന്ത്, ശരിക്കും നടന്നത് എന്ത് എന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് മെക്കാനിസം. സോ ആ മെക്കാനിസം വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റെഡി? അപ്പോൾ മാർക്കോണിക്കോഫ് റൂളിൽ എന്ത് മെക്കാനിസമാണ് നടക്കുന്നത് എന്നറിയണമെങ്കിൽ എൻ്റെ മക്കൾക്ക് ആദ്യം മാർക്കോണിക്കോഫ് റൂൾ അറിയണം. എന്താണ് മാർക്കോണിക്കോഫ് റൂൾ? വെരി സിമ്പിൾ. ഏതെങ്കിലും ഒരു ആൽക്കീനിലേക്ക്, അൺസിമെട്രിക്കലായ ആൽക്കീനിലേക്ക് ഒരു അൺസിമെട്രിക്കലായ റിയേജൻറ്റ് ചേർക്കും. അപ്പം അവിടെ മേജർ പ്രൊഡക്റ്റ് ആര്, മൈനർ പ്രൊഡക്റ്റ് ആര് എന്നതിനെക്കുറിച്ചുള്ള ഡിസ്റ്റിങ്ഷനാണ് എന്ത്, മാർക്കോണിക്കോഫ് റൂൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ എപ്പോഴും പഠിക്കുന്ന എക്സാമ്പിൾ മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട എക്സാമ്പിൾ പ്രൊപ്പീനാണ്. സോ പ്രൊപ്പീൻ CH3 CH ഡബിൾ ബോണ്ട് CH2, ഇതാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ എടുത്ത ആൾ. ഓക്കെ, അതിലേക്ക് നമ്മൾ റിയേജൻറ്റ് ചേർക്കുകയാണ്. ആരെയാണ് ചേർക്കുന്നത്? HBr ചേർക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 2 ടൈപ്പ് പ്രോഡക്റ്റ് കിട്ടാൻ നമുക്ക് ചാൻസ് ഉണ്ട്. 2 രൂപത്തിൽ പ്രോഡക്റ്റ് വരും. കാരണം ബോണ്ട് ബ്രേക്ക് ചെയ്ത് CH3 CH, ആ ഡബിൾ ബോണ്ട് ഉള്ളത് CH2 ആവും. ഒന്നുകൂടെ അങ്ങനത്തെ എഴുതും CH3 CH CH2. അങ്ങനെ സാറേ 2 പ്രാവശ്യം എഴുതിയത്. 2 രൂപത്തിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നോക്കിയേ, HBr എന്ന് പറയുന്നത് H പ്ലസും BR മൈനസും ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഭാഗത്തേക്ക് H പ്ലസും മറ്റൊരു ഭാഗത്തേക്ക് BR മൈനസും, അതേപോലെ നേരെ തിരിച്ചും. അഥവാ ഈ കോമ്പൗണ്ടിൽ ഞാൻ ഇവിടെ H പ്ലസ് എഴുതിയാൽ ഇത് CH2 എന്നാകും, ഇവിടെ BR എഴുതിയാൽ CH2 BR എന്നാകും. അങ്ങനെയും വരാം. അങ്ങനെ ഇപ്പോൾ ഇവിടെ കൊടുത്തത് ഞാൻ ഹൈഡ്രജൻ സെൻറ്ററിലും BR അറ്റത്തും കൊടുത്തു. ഇനി നേരെ തിരിച്ച് BR സെൻറ്ററിലും ഹൈഡ്രജൻ അറ്റത്തും വരാം. അങ്ങനെയും വരാം. BR ഇവിടെയും വരും, നമ്മൾ CH3 എന്നാവും. സോ ഈ 2 പ്രൊഡക്റ്റും നമുക്ക് ഇതിൽ കിട്ടും, 2ഉം കിട്ടും. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ ആ ക്വാണ്ടിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആരായിരിക്കും ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, നമ്മുടെ നെഗറ്റീവ് ചാർജ് ഉള്ളയാൾ ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്ക് പോയ പ്രൊഡക്റ്റ്. നമ്മുടെ നെഗറ്റീവ് ചാർജ് ഉള്ളയാൾ ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്ക് പോയാൽ, ഹൈഡ്രജൻ കുറവ് ഇവിടെയല്ലേ, CHും CH2 നോക്കുമ്പോൾ CHലല്ലേ ഹൈഡ്രജൻ കുറവ്, അങ്ങോട്ട് BR പോയി, അതായിരിക്കും നമ്മുടെ മേജർ. സ്വാഭാവികമായിട്ടും മറ്റേതായിരിക്കും മൈനർ എന്നതാണ് മാർക്കോണിക്കോഫ് പറഞ്ഞു തരുന്ന റൂൾ. അപ്പോൾ ഞാൻ മെക്കാനിസത്തിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മാർക്കോണിക്കോഫ് റൂളും കൂടെ എന്താണെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇയാൾ മേജർ എന്നും എന്തുകൊണ്ടാണ് ഇയാൾ മൈനർ എന്നും നമ്മൾ പറയുന്നത്, അത് മെക്കാനിസത്തിൽ നിന്ന് മനസ്സിലാവും. സോ അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും മെക്കാനിസത്തിൽ നിന്ന് മനസ്സിലായാൽ. നോക്കിക്കോ, മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എത്ര പേരാണ് അവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? CH3 CH ഡബിൾ ബോണ്ട് CH2 HBr. ആദ്യം ഇയാളും ബ്രേക്ക് ആവും, ഇയാളും ബ്രേക്ക് ആവും. 2 പേരും സ്വന്തത്തിൽ അങ്ങ് ബ്രേക്ക് ആവും ആദ്യം. സോ 2 പേരും ബ്രേക്ക് ആവുന്ന ആദ്യം അങ്ങ് പഠിച്ചു വെക്കുക. HBr ബ്രേക്ക് ചെയ്താൽ എന്താ കിട്ടുക? അപ്പോൾ 2 പേരും ബ്രേക്ക് ആവുന്ന ഞാൻ കാണിച്ചു തരാം. HBr ബ്രേക്ക് ചെയ്താൽ എന്താ കിട്ടുക? HBr ബ്രേക്ക് ചെയ്താൽ H പ്ലസും BR മൈനസും ആകും. ഓക്കെ, മറ്റേ ആൾ ബ്രേക്ക് ചെയ്താൽ എന്താ കിട്ടുക? ഇദ്ദേഹം ബ്രേക്ക് ചെയ്താൽ എന്താ കിട്ടുക? വെരി സിമ്പിൾ, അദ്ദേഹത്തിന് 2 രൂപത്തിൽ ബ്രേക്ക് ചെയ്യാം എന്നതാണ് ഞാൻ പറയുന്ന അഭിപ്രായം. CH3 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്നയാൾക്ക് 2 രൂപത്തിൽ ബ്രേക്ക് ചെയ്യാം. എങ്ങനെയൊക്കെ? ഒന്നുകിൽ ഞാൻ വ്യത്യസ്ത കളറിൽ കാണിക്കാം. ഒന്നുകിൽ ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ, ഈ ഡബിൾ ബോണ്ടിൽ 2 ഇലക്ട്രോൺ, ഒരു ബോണ്ട് ഈ കാർബണിലേക്ക് ഇങ്ങോട്ട് ചാടാം. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ, ആ 2 ഇലക്ട്രോൺ ഒന്നുകിൽ ഇങ്ങോട്ട് ചാടാം, അല്ലെങ്കിൽ ഓർ ഇങ്ങോട്ടും ചാടാം. 2 രൂപത്തിലും ചാടാം എന്ന് പറഞ്ഞാൽ 2 രൂപത്തിലും നമുക്ക് അവിടെ ചാട്ടം കിട്ടുന്നു എന്നർത്ഥം. ആൻഡ് എഴുതാം, ഓറല്ല ആൻഡ്. ഇങ്ങോട്ടും ചാടും. ഓക്കെ, അപ്പോൾ കുറേ ഇപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന പ്രൊപ്പീൻ കുറേ ഉണ്ടെന്ന് ചോദിച്ചോ, അതിലൊരു കുറേ പെർസെൻറ്റേജ് റൈറ്റിലേക്കും ചാടും, കുറച്ച് പെർസെൻറ്റേജ് ലെഫ്റ്റിലേക്കും ചാടും. എങ്ങനെയും ചാടാം. അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് 2 രൂപത്തിൽ പ്രോഡക്റ്റ് കിട്ടൂലേ? കിട്ടും. നമുക്ക് 2 രൂപത്തിൽ പ്രോഡക്റ്റ് കിട്ടും. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 2 രൂപത്തിൽ പ്രോഡക്റ്റ് കിട്ടും. ആ 2 രൂപത്തിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകളുടെ സ്വഭാവമാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ. അപ്പം ആദ്യത്തേൽ HBr ബ്രേക്ക് ചെയ്ത് H പ്ലസും BR മൈനസും കിട്ടി, ഒരു പ്രശ്നവുമില്ല. അടുത്തതിൽ പ്രൊപ്പീൻ ബ്രേക്ക് ചെയ്തപ്പോൾ പ്രൊപ്പീന് 2 രൂപത്തിൽ ബ്രേക്ക് ചെയ്യാം. ഒന്നെങ്കിൽ റൈറ്റിലേക്ക് ബോണ്ട് ചാടാം, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ബോണ്ട് ചാടാം. റൈറ്റിലേക്കാണ് ബോണ്ട് ചാടിയതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CH സിംഗിൾ ബോണ്ട്.
സിംഗിൾ ബോണ്ട് CH2. ആ CH2ലേക്ക് ഒരു 2 ഇലക്ട്രോൺ അങ്ങ് ചാടി, അപ്പോൾ കാർബണിന് മൈനസ്. സ്വാഭാവികമായിട്ടും ഈ കാർബണിന് നഷ്ടം, അപ്പോൾ പ്ലസ്. ഒന്നുകിൽ അതാവാം, അല്ലെങ്കിൽ നമ്മൾ ബ്ലൂ കൊണ്ട് കാണിച്ച ഇങ്ങോട്ടുള്ള ചാട്ടമായിരിക്കാം. അങ്ങനെയാണ് ചാടുന്നതെങ്കിൽ CH3 ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടിയാൽ, കാർബണിൻ്റെ മുകളിലേക്ക് ചാടിയാൽ അവിടെ C മൈനസ്. അപ്പോൾ CH മൈനസ് സിംഗിൾ ബോണ്ട് CH2 പ്ലസ്. കഴിഞ്ഞു, ആൻസറിലേക്ക് എത്തി. സോ HBr ബ്രേക്ക് ചെയ്ത് H+ഉം Br- കിട്ടി. പ്രൊപ്പീൻ 2 രൂപത്തിൽ ബ്രേക്ക് ചെയ്തു. ഒന്ന് CH+ സെൻറ്ററിൽ വരുന്ന രൂപത്തിലും ഒന്ന് CH2+ അറ്റത്ത് വരുന്ന രൂപത്തിലും. ഇനി മക്കളെ നിങ്ങൾക്കറിയാം ഇത് നമ്മുടെ കാർബോകാറ്റയോൺ ആണ്. അതെന്താ സാറേ അങ്ങനെ പറഞ്ഞാൽ? വെരി സിമ്പിൾ. കാർബണിൻ്റെ മുകളിൽ പ്ലസ് ചാർജ് ഉള്ള കാർബണിനെ നമ്മൾ കാർബോകാറ്റയോൺ എന്ന് വിളിക്കും. കാർബണിൻ്റെ മുകളിൽ പ്ലസ് ചാർജ് ഉള്ള കാർബൺ നമ്മൾ കാർബോകാറ്റയോൺ എന്ന് വിളിക്കും. സോ ഇവിടെ ഒരു കാർബൺ ആനിയോൺ അപ്പുറത്തുണ്ട്, അത് വേറെ, നമ്മൾ പരിഗണിക്കുന്ന കാർബോകാറ്റയോണിനെ. സോ കാർബണിൻ്റെ മുകളിൽ പ്ലസ് ചാർജ് വന്നതുകൊണ്ട് ഇത് കാർബോകാറ്റയോൺ, ഇതും കാർബോകാറ്റയോൺ. മക്കളെ ഇത് സെക്കൻഡറി കാർബോകാറ്റയോൺ ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കും. കാരണം എന്താ? ഈ കാർബണിൻ്റെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഓരോ കാർബണുകളുണ്ട്. അപ്പോൾ ഈ കാർബൺ എന്ന് പറയുന്നത് ഒരു കാർബണിനോട് തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും കാർബൺ ഉണ്ടെങ്കിൽ, ഒരു കാർബണിൽ നിന്ന് 2 കാർബണിലേക്ക് ബോണ്ട് ഉണ്ടെങ്കിൽ അത് സെക്കൻഡറി ആയിരിക്കും. സോ ദിസ് ഈസ് സെക്കൻഡറി കാർബോകാറ്റയോൺ. അങ്ങനെയാണെങ്കിൽ ഈ കാർബോകാറ്റയോൺ ഒരു പ്രൈമറി ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്താ കാരണം? വിശ്വസിക്കുമെങ്കിൽ എന്താ കാരണം? ഈ കാർബണിൽ നിന്ന് ഒരു കാർബണിലേക്കേ ബോണ്ടുള്ളൂ, ഈ കാർബണിൽ നിന്ന് ഒരു കാർബണിലേക്കേ ബോണ്ടുള്ളൂ, അങ്ങോട്ട് ബോണ്ടില്ല. സോ ദിസ് ഈസ് പ്രൈമറി. ഇനി നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയാം, ഇവിടെ കിട്ടിയ സെക്കൻഡറി കാർബോകാറ്റയോൺ ആയിരിക്കും മോർ സ്റ്റേബിൾ. ഇവിടെ കിട്ടിയ സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ് മോർ സ്റ്റേബിൾ. അത് നിങ്ങൾ പഠിച്ചതാണ്. സെക്കൻഡറി കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ. സെക്കൻഡറി കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ. ഇനി ഒന്ന് മക്കൾ പറഞ്ഞേ, വെരി സിമ്പിളായിട്ട് ആൻസർ കിട്ടി. സെക്കൻഡറി നിങ്ങൾ ഒരു പ്രൊപ്പീൻ എടുത്തു, നിങ്ങളുടെ കയ്യിൽ ഒരു 100 പ്രൊപ്പീൻ ഉണ്ട്. അത് 80 എണ്ണം ഇങ്ങനെയും ബ്രേക്കായി, 20 എണ്ണം ഇങ്ങനെയും ബ്രേക്കായി. അതെന്താ 80 എണ്ണം ഇങ്ങനെ ബ്രേക്ക് ആവാൻ കാരണം? സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ് മോർ സ്റ്റേബിൾ. സോ 100 എണ്ണത്തിൽ 80 എണ്ണം ബ്രേക്ക് ആവുന്നത് ഇങ്ങനെയായിരിക്കും, കൂടുതലും ബ്രേക്ക് ആവുന്നത് ഇങ്ങനെയായിരിക്കും. കാരണം അയാളാണ് സ്റ്റേബിൾ. കുറച്ച് 20 എണ്ണം മാത്രം ഇങ്ങനെ സ്റ്റേബിൾ ആവും, ബ്രേക്ക് ആവും. സോ നിങ്ങൾക്ക് കൂടുതലും കിട്ടിയ പ്രൊഡക്റ്റ്, ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ പ്രൊഡക്റ്റ് ഇതായിരിക്കും. കൂടുതൽ കിട്ടിയ പ്രൊഡക്റ്റ് മേജറായിട്ട് കിട്ടിയത്. ഇയാൾ ഇവിടെ നിങ്ങൾക്ക് മൈനർ ആയിരിക്കും കിട്ടിയത്. കാരണം അയാളാണ് സ്റ്റേബിൾ ഉള്ള ആളല്ലേ കൂടുതൽ കിട്ടുക. സോ ഇയാളാണ് സ്റ്റേബിൾ, മേജറായിട്ട് ഇയാളെ കിട്ടി. അങ്ങനെയാണെങ്കിൽ അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇനി Br- വന്നാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പിൽ HBr ബ്രേക്ക് ചെയ്ത് H+ അവിടെ ഉണ്ട്. ആ H+ ഇതിലേക്ക് വരണ്ടേ? H+ ഇതിലേക്ക് വന്ന് കാണിച്ചില്ല. H+ ഇതിലേക്ക് വരുന്നത് കാണിക്കാം. ഇനി H+ വരികയാണെങ്കിൽ, ഇപ്പോൾ മേജർ ആരാന്നൊക്കെ പറഞ്ഞു. ഇനി H+ വരികയാണെങ്കിൽ നോക്കടാ, H+ വരികയാണെങ്കിൽ ഞാൻ മേജർ ഇവിടെ നിന്ന് വായിച്ച് H+ വരുന്നത് കാണിക്കണേ. അപ്പം നമുക്ക് 2 പ്രൊഡക്റ്റ് ഇവിടെ കിട്ടിയല്ലോ. H+ വരികയാണെങ്കിൽ രണ്ട് ഭാഗത്തേക്ക് H+ പോകും. 100 H+ ഉണ്ടെങ്കിൽ 80 H+ ഇങ്ങോട്ടും 20 H+ ഇങ്ങോട്ടും പോകുമല്ലോ. സോ H+ ആരടുത്തേക്കാണ് പോവുക? മൈനസിൻ്റെ അടുത്തേക്ക്. H+ ആരടുത്തേക്കാണ്? മൈനസിൻ്റെ അടുത്തേക്ക്. സോ CH2 മൈനസിൻ്റെ അടുത്തേക്ക് H+ പോയാൽ അത് CH3 ആകും. CH2+ അടുത്തേക്ക് H+ പോയാൽ അതെന്താകും? CH3 ആകും. സോ Hൻ്റെ പ്ലസും CH2ൻ്റെ മൈനസും കൂടെ ക്യാൻസൽ ആവും. ഓക്കെ മക്കളെ, ഓക്കെ. CH2-. സോ ഇതാണ് ഇത് മേജറാണെന്ന് നമ്മൾ പറഞ്ഞു. റെഡി. അതുപോലെ ഇവിടേക്കും പോവാം. ഇവിടേക്ക് എവിടേക്കാണ് പോവാം? CH- H+ പോവുക. സോ CH- H+ പോകും. H+ പോകുമ്പോൾ പ്ലസും പോയി മൈനസും പോയി. ഓക്കെ. അപ്പം H+ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ HBr ബ്രേക്ക് ചെയ്ത് H+ രണ്ട് പ്രൊഡക്റ്റ് 2 ഭാഗങ്ങൾ കിട്ടിയില്ലേടാ. 80 എണ്ണം ഇതും 20 എണ്ണം ഇതും കിട്ടിയില്ലേ? അതിൽ 80 എണ്ണത്തിലേക്ക് H പോയി, 2 അടുത്തേക്കും H പോയി. ഇനി ബാക്കി Br. ബാക്കിയുള്ള Br-ഉം അതുപോലെ പോകും. Br എങ്ങോട്ടാ പോവുക? Br-ൻ്റെ ചാർജ് മൈനസുള്ള Br ഈ CH+ലേക്കും പോകും, മൈനസുള്ള Br ഈ CH2+ലേക്കും പോകും. എവിടേക്ക് പോയതായിരിക്കും കൂടുതൽ? ഇവിടേക്ക് വന്നത്. കാരണം അത് സെക്കൻഡറി ആണ്. സോ കാരണം അതാണ് നമ്മൾ കൂടുതൽ ഇപ്പോൾ കിട്ടിയത്. സോ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന 2 പ്രൊഡക്റ്റിൽ ഈ പ്രൊഡക്റ്റ് CH3 CH+ CH2H അഥവാ CH3 എന്ന് പറയുന്ന പ്രൊഡക്റ്റിലേക്ക് നമ്മുടെ Br- കയറും. Br-ൻ്റെ മൈനസും ഇതിൻ്റെ പ്ലസും കൂടെ ക്യാൻസൽ ആവും. ഇത് നമുക്ക് മേജറായിട്ട് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റിയാക്ഷനിൽ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഇത് വന്നത് എന്ന് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായോ? കാരണം നമുക്കിവിടെ കിട്ടുന്ന കാർബോകാറ്റയോൺ, ഇവിടെ ഈ പ്രൊപ്പീൻ ബ്രേക്ക് ചെയ്തിട്ട് കിട്ടുന്ന കാർബോകാറ്റയോണിൽ ഈ സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ് മോർ സ്റ്റേബിൾ. റെഡി. അപ്പോൾ മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം Br സെൻറ്ററിൽ കയറിയത്
അഥവാ 2-bromo-propane എന്ന് പറയുന്ന പ്രൊഡക്റ്റ് മേജർ ആവാനുള്ള കാരണം സെക്കൻഡറി കാർബോകാറ്റയോൺ മോർ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് എന്ന് മെക്കാനിസത്തിലൂടെ നമ്മൾ തെളിച്ചു. മെക്കാനിസം പഠിക്കാൻ ഈ പ്രയാസം ഉണ്ടോ മക്കളെ? ഒന്നുമില്ല. രണ്ടാളുകളുണ്ടായിരുന്നു, HBr ബ്രേക്ക് ചെയ്ത് H+ഉം Br- പോയി. പ്രൊപ്പീൻ 2 രൂപത്തിൽ ബ്രേക്ക് ചെയ്തു, എന്നിട്ട് മൈനസിലേക്ക് H+ പോയി. എന്നിട്ട് ആരാണ് മേജർ നോക്കി, ആ മേജർ ഉള്ളതിലേക്ക് Br- കൂടുതൽ പോയി. അത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം സെറ്റ്. അങ്ങനെയാണെങ്കിൽ മക്കൾസ് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ നേരെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാം ആൻറ്റി മാർക്കോണിക്കോഫ് റൂളിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. CH3 CH ഡബിൾ ബോണ്ട് CH2ലേക്ക് HBr ചേർത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. ആൻറ്റി മാർക്കോണിക്കോഫ് നടക്കണമെങ്കിൽ അവിടെ പെറോക്സൈഡ് ചേർക്കണം. ഇൻ ദ പ്രസൻസ് ഓഫ് എ പെറോക്സൈഡ് ചേർക്കുന്നതോടുകൂടി, അതിലേക്ക് നമ്മൾ പെറോക്സൈഡ് ചേർക്കുന്നതോടുകൂടി നേരത്തെ പൊട്ടിയ പോലെ തന്നെ പൊട്ടുന്നു. CH3 CH സിംഗിൾ ബോണ്ട് CH2 പ്ലസ് CH3 CH സിംഗിൾ ബോണ്ട് CH2 ഇങ്ങനെ തന്നെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഭാഗത്തേക്കും, ഒന്ന് H ഇങ്ങോട്ടും വരും, Br ഇങ്ങോട്ടും വരും, നേരെ തിരിച്ചും Br ഇങ്ങോട്ടും വരും, H ഇങ്ങോട്ടും വരും. എന്നാൽ Br സെൻറ്ററിൽ പോകുകയാണെങ്കിൽ അത് മാർക്കോണിക്കോഫ് റൂൾ. ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്ക് Br പോകണമെങ്കിൽ അത് മാർക്കോണിക്കോഫ്. എന്നാൽ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ Br സെൻറ്ററിലേക്ക് പോയത് മാർക്കോണിക്കോഫ് റൂൾ അല്ല, ആൻറ്റി മാർക്കോണിക്കോഫ് റൂളാണ്. ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം ഇയാൾ മൈനർ ആയിരിക്കും. മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം ഇയാൾ മേജർ ആയിരുന്നു. പക്ഷെ അവിടെ പെറോക്സൈഡ് ഉണ്ടായതുകൊണ്ട് ഇയാൾ മൈനറായി. സ്വാഭാവികമായിട്ടും തൊട്ട് മുകളിലത്തെ ആളാണ് മേജർ ആയത്. അപ്പൊ ചോദ്യം എന്താ? ഇയാൾ മേജർ ആവാനുള്ള കാരണം എന്താ? നേരെ തിരിയാനുള്ള കാരണം എന്താ? ആ കാരണക്കാരനാണ് പെറോക്സൈഡ്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം നമ്മൾ പറയാൻ പോകുന്നത് വെരി സിമ്പിൾ. ഇവിടെ 3 ആളുകളാണ് റിയാക്ഷനിൽ പങ്കെടുത്തത്. നേരത്തെ 2 ആളേ ഉള്ളായിരുന്നു, ഇവിടെ 3ാമത്തെ ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യം പെറോക്സൈഡ് ബ്രേക്ക് ചെയ്യും. നേരത്തെ നമ്മൾ HBr ബ്രേക്ക് ചെയ്ത് പിന്നെ ഇയാൾ ബ്രേക്ക് ചെയ്തല്ലേ പറഞ്ഞത്. ആദ്യം പെറോക്സൈഡ് ബ്രേക്ക് ചെയ്യും, എന്നിട്ട് അയാൾ HBr-ആയിട്ട് റിയാക്ട് ചെയ്യും. ആദ്യം പെറോക്സൈഡ് ബ്രേക്ക് ചെയ്യും, എന്നിട്ട് HBr-ആയിട്ട് റിയാക്ട് ചെയ്യും. ദെൻ അയാൾ പ്രൊപ്പീനുമായിട്ട് റിയാക്ട് ചെയ്യും. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ആദ്യം പെറോക്സൈഡ് ബ്രേക്ക് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്ന പെറോക്സൈഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കൊടുത്ത പെറോക്സൈഡ് എന്ന് പറയുന്നത് ബെൻസോയിൽ പെറോക്സൈഡ് ആണടാ. ഏത് പെറോക്സൈഡ്? ബെൻസോയിൽ പെറോക്സൈഡ്. എന്താണ് ബെൻസോയിൽ ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6 അല്ലേ. ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ C6H5 CO twice O. അയ്യോ, ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6 അല്ലേ. ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ C6H5 CO twice O. ഇനി ഇത് പെട്ടെന്ന് എഴുതാനുള്ള ഐഡിയ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇതിൻ്റെ ബ്രേക്കിംഗ്? എടാ, ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുന്ന C6H5 CO twice O, CO twice 2 എണ്ണം O എന്നുള്ള ആള് ഹോമോലിസിസിന് പോകും. നമ്മൾ ഓർഗാനിക്കിൽ പഠിച്ച ബ്രേക്കിംഗ് ഹോമോലിസിസ്. നോക്കണേ, പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇവിടെ സംഭവിച്ചത് ഹെറ്ററോലിസിസ് ആയിരുന്നു. കാരണം HBr ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരാൾ പ്ലസും ഒരാൾ മൈനസും ആണെങ്കിൽ അത് ഹെറ്ററോലിസിസ് ആണ്. കാരണം ഒരു ഇലക്ട്രോൺ ഒന്നിച്ചൊരാളടുത്തേക്ക് പോയി, Br-ൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവിടെ മൈനസും മറ്റേ ആൾ H+. അങ്ങനെ ഒരു ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ ഒരുമിച്ച് ഒറ്റ ആളടുത്തേക്ക് പോകുന്നതാണ് ഹെറ്ററോലിസിസ്. എന്നാൽ ഇവിടെ നടക്കുന്നത് ഹോമോലിസിസാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ബോണ്ട് ഒരുപോലെ ബ്രേക്ക് ചെയ്യും. ഒരു ബോണ്ട് മൊത്തത്തിൽ ഒരാളടുത്തേക്കല്ല പോകുന്നത്, ഒരുപോലെ ബ്രേക്ക് ചെയ്യും. ഒരു ഇലക്ട്രോൺ ഒരാൾക്ക്, മറ്റേ ഇലക്ട്രോൺ മറ്റേ ആൾക്ക് ഒരുപോലെ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഒരുപോലെ ബ്രേക്ക് ചെയ്ത് ഹോമോലിസിസ് നടന്ന് അവസാനം ഇതിൽ, ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റെപ്പൊന്നും എഴുതുന്നില്ല, അവസാനം ഇതിൽ C6H5 ഫ്രീ റാഡിക്കൽ ഉണ്ടാവും. നിങ്ങൾക്കറിയാം ഹോമോലിസിസിലൂടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് ഫ്രീ റാഡിക്കൽ എന്നാണ്. ഹെട്രോലിസിസിലൂടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് കാറ്റിയോണും ആനിയോണും, പ്ലസ് ചാർജും മൈനസ് ചാർജും ഉള്ള ആൾ. ഇവിടെ ഹോമോലിസിസിലൂടെ C6H5 അതിൻ്റെ മുകളിൽ ഒരു ഇലക്ട്രോൺ, മുകളിൽ ഒരു ഇലക്ട്രോൺ, ഒറ്റ ഇലക്ട്രോൺ. ഇതാണ് ഫ്രീ റാഡിക്കൽ. സോ ഫസ്റ്റ് ആൻറ്റി മാർക്കോണിക്കോഫ് റൂളിൽ പെറോക്സൈഡിന് ഹോമോലിസിസ് നടന്ന് അതിൻ്റെ ഫ്രീ റാഡിക്കൽ കിട്ടും. ഇതാണ് മക്കൾ പഠിച്ചെടുക്കേണ്ട ആദ്യത്തെ പോയിന്റ്. ദെൻ ആ ഫ്രീ റാഡിക്കൽ, ആ C6H5 എന്ന് പറയുന്ന ഫ്രീ റാഡിക്കൽ അയാൾ നമ്മുടെ പെറോക്സൈഡിലേക്ക് പെറോക്സൈഡ് പിന്നെ ആരിലേക്കാണ് ചേർത്തത്? HBr-ഉം പ്രൊപ്പീനും നിൽക്കുന്നേക്കും അല്ലേ. അതിൽ HBr-ഉമായിട്ട് റിയാക്ട് ചെയ്യും. നമ്മുടെ പെറോക്സൈഡ് HBr-ഉമായിട്ട് റിയാക്ട് ചെയ്യും. ഇനി ഇതിൻ്റെ റിയാക്ഷൻ പഠിക്കാൻ വലിയ പ്രയാസപ്പെടേണ്ട, വേഗം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ റിയാക്ഷൻ പഠിക്കൽ ഈസിയാണ്. നോക്കിക്കളാം, ഇങ്ങനെ 2 റിയാക്ഷൻ തന്നാൽ, ഒരു ഭാഗത്ത് ഫ്രീ റാഡിക്കലും ഒരു ഭാഗത്ത് സാധാ മോളിക്യൂളുള്ള റിയാക്ഷൻ തന്നാൽ, നിങ്ങളൊരു ഒറ്റ ട്രിക്ക് എടുത്താൽ മതി. എവിടെയാണോ ഫ്രീ റാഡിക്കൽ അയാളെ നേരെ ഓപ്പോസിറ്റ് കൊടുക്കുക. ആ ഫ്രീ റാഡിക്കലിന് നേരെ ഓപ്പോസിറ്റ് കൊടുത്തതിൻ്റെ പകരമായിട്ട് ഇവിടുന്ന് ഒരു H-നെ അങ്ങോട്ടും കൊടുക്കുക, ഇവിടുന്ന് ഒരു എലമെൻറ്റിനെ അങ്ങോട്ടും കൊടുക്കുക. സിമ്പിൾ. അപ്പോൾ എന്താ ചെയ്യുന്നത്? C6H5ൻ്റെ ഫ്രീ റാഡിക്കൽ ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് H-നെ അങ്ങോട്ടും കൊടുക്കും. ഇവിടുന്ന് H-നെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ C6H6 ആയി. പ്ലസ് C6H6 ആയി. ഇവിടെ Br ബാക്കി, Br-ൻ്റെ മുകളിലേക്ക് ഈ ഇലക്ട്രോൺ വരും. അങ്ങനെ Br ഫ്രീ റാഡിക്കൽ ഉണ്ടാവും.
വെരി ഇമ്പോർട്ടൻറ്റ്, BR ഫ്രീ റാഡിക്കൽ ഉണ്ടായി. ശ്രദ്ധിക്കണേ, നേരത്തെ മാർക്കോണിക്കോഫ് റൂളിൽ HBr ബ്രേക്ക് ചെയ്ത് H+ഉം BR- ഉണ്ടായി എന്നാണ് എൻ്റെ മക്കൾ പഠിച്ചത്. ഇവിടെ അതേ അല്ല. ഇവിടെ H+ഉം BR- അല്ല. കാരണം ഇത് ഹെറ്ററോലിസിസ് അല്ല. ഹെറ്ററോലിസിസ് ആകുമ്പോഴേ ഒരാൾ പ്ലസ് ഒരാൾ മൈനസ് ഉള്ളൂ. ഇവിടെ ഹോമോലിസിസ് ആണ്. ഹോമോലിസിസ് ആയതുകൊണ്ട് BR ഫ്രീ റാഡിക്കലാണ് ഉണ്ടായത്. ഇനി കേട്ടോ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെ. ഇനിയിപ്പോൾ ആരാ ബാക്കിയുള്ളത്? പെറോക്സൈഡ്. ആദ്യം പെറോക്സൈഡ് ബ്രേക്കായി ഫ്രീ റാഡിക്കലായി, ദെൻ HBr റിയാക്ട് ചെയ്ത് BR ഫ്രീ റാഡിക്കലായി. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് BR ഫ്രീ റാഡിക്കൽ കിട്ടും. ഇവിടെ BR- ആണ് ഇവിടെ കിട്ടിയത്. ഇവിടെ കിട്ടിയത് BR- ആണ്. നമ്മുടെ ഈ റിയാക്ഷനിൽ കിട്ടിയത് BR- ആണ്. ആൻറ്റി മാർക്കോണിക്കോഫ് റൂളിൽ BR ഫ്രീ റാഡിക്കൽ കിട്ടി. ഇനി പ്രൊപ്പീനുമായിട്ട് റിയാക്ട് ചെയ്യും. അത് നമ്മളെപ്പോഴും പറയുന്ന പോലെ എങ്ങനെയാണ് പ്രൊപ്പീൻ റിയാക്ട് ചെയ്യുക? പ്രൊപ്പീൻ എന്ന് പറയുന്ന CH3 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന കോമ്പൗണ്ടിലേക്ക് നോക്കടാ, ഈ കോമ്പൗണ്ടും നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതും ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഹോമോലിസിസ്. ഒരുപോലെ ബ്രേക്ക് ആവും. കാരണം ഇവിടെ മൊത്തത്തിൽ നടക്കുന്ന ഹോമോലിസിസ് ആയതുകൊണ്ട്. നേരത്തെ എന്തായിരുന്നു നടന്നത്? നേരത്തെ ഹെറ്ററോലിസിസ്. ഇയാൾ മൊത്തം ഇങ്ങോട്ട് ചാടി. അങ്ങനെയല്ല ഇവിടെ ചാടുക. പകരം നോക്കടാ, ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും ചാടി ഫ്രീ റാഡിക്കൽസ് കിട്ടും. സോ നമുക്ക് കിട്ടുന്ന ഫ്രീ റാഡിക്കൽസ് ഏതൊക്കെയായിരിക്കാം? CH3 CH ഫ്രീ റാഡിക്കൽ, CH2 ഫ്രീ റാഡിക്കൽ. ഇടയ്ക്കുണ്ടായിരുന്ന ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് ഇങ്ങോട്ടും ഒരു ബോണ്ട് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും ചാടി CH3 CH ഫ്രീ റാഡിക്കൽ, CH2 ഫ്രീ റാഡിക്കൽ. ഓക്കെ, അങ്ങനെ ഇടയ്ക്കൊരു സ്റ്റെപ്പ് ഉണ്ടായി. ആ സ്റ്റെപ്പിലേക്ക് അപ്പോൾ നോക്കിയാൽ പ്രൊപ്പീനും ഹോമോലിസിസിൽ പങ്കെടുക്കാൻ കാരണം ഇവിടെ തുടക്കത്തിലെ ഇവിടെ ഫ്രീ റാഡിക്കൽ നടന്നു. അപ്പോൾ ഇയാൾക്കും ഫ്രീ റാഡിക്കൽ ഹോമോലിസിസ് നടന്ന് ഫ്രീ റാഡിക്കൽ ഉണ്ടായി. ദെൻ ഇതിലേക്ക് നമ്മുടെ BR ഫ്രീ റാഡിക്കൽ കയറുകയാണ്. BR ഫ്രീ റാഡിക്കൽ കയറുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റും. ഒന്നുകിൽ കേട്ടോ, വെരി സിമ്പിൾ, ഒന്നുകിൽ ഈ ഇലക്ട്രോണും കൂടെ ചേർന്ന് ബോണ്ട് ഉണ്ടായി അവരൊന്നിക്കും, അല്ലെങ്കിൽ ഈ BR ഫ്രീ റാഡിക്കൽ ഇങ്ങോട്ട് പോകും. അപ്പോൾ രണ്ട് രൂപത്തിലും ആൻസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു ഭാഗത്തൊരു ഫ്രീ റാഡിക്കലും മറ്റേ ഭാഗത്തൊരു ഫ്രീ റാഡിക്കലും ഉണ്ടെങ്കിൽ സന്തോഷിച്ചോ, അവർ ചേർന്ന് ബോണ്ടാകും. സോ ഇവിടെ BR ആണ് ഈ CH2 കൊണ്ട് ബോണ്ട് ഉണ്ടാക്കാൻ വന്നാണ്. അപ്പോൾ രണ്ട് രൂപത്തിലാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. നോക്കിക്കേ, CH3 CH ഫ്രീ റാഡിക്കൽ ബോണ്ട് CH2 ഫ്രീ റാഡിക്കലിലേക്ക് BR കയറും. എന്നിട്ട് BRന്റെ ഫ്രീ റാഡിക്കലിൻ്റെ ഇലക്ട്രോൺ ഇവിടേക്ക് കൊടുക്കും. CH2ൻ്റെ ഫ്രീ റാഡിക്കലിൻ്റെ ഇലക്ട്രോൺ ഇങ്ങോട്ടും കൊടുക്കും. ആ രണ്ട് ഇലക്ട്രോണും കൂടെ ചേർന്ന് ബോണ്ടാകും. CH2ൻ്റെ ഇലക്ട്രോണും BRന്റെ ഇലക്ട്രോണും കൂടെ ചേർന്ന് ബോണ്ടാകും. ഒന്നുകിൽ അത്, അല്ലെങ്കിൽ CH3 CH2 ഫ്രീ റാഡിക്കൽ. ഈ CHൻ്റെ ഫ്രീ റാഡിക്കൽ ഞാൻ ഇവിടെ എഴുതുകയാണേ. ഇനി BR ഇങ്ങോട്ട് വന്ന് BRൻ്റെ ഫ്രീ റാഡിക്കൽ. അപ്പോൾ അവർ ചേർന്നിട്ട് ഒരു ബോണ്ടാകും. സോ ഈ പ്രൊഡക്റ്റ് കിട്ടാനോ ചാൻസ് ഉണ്ട്. ദെൻ കേട്ടോണേ, വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ. കേട്ടോ, നോക്കടാ, ഇവിടെ ഉണ്ടായ ഈ കാർബൺ ഉണ്ടല്ലോ, ആ കാർബണിൻ്റെ ഫ്രീ റാഡിക്കൽ അല്ലേ ഇത് സെക്കൻഡറി ആണ്. ഇതോ ഇവിടെയല്ലേ ഈ കാർബൺ ഫ്രീ റാഡിക്കൽ. ഈ ഫ്രീ റാഡിക്കൽ, കാർബൺ ഫ്രീ റാഡിക്കൽ പ്രൈമറി ആണ്. നിങ്ങൾക്കറിയാം സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ഈസ് മോർ സ്റ്റേബിൾ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതാണോ സെക്കൻഡറി അതായിരിക്കും നമുക്ക് കിട്ടിയ മേജർ, ദെൻ ഇയാളായിരിക്കും മൈനർ. ദെൻ നമ്മൾ ചേർത്ത HBrലുള്ള കുറേ HBr ഉണ്ടാവും. അതിലൊരു HBr ഉണ്ടാവുമല്ലോ, കുറേ HBr ഉണ്ടാവും. അതിലൊരു H ഇങ്ങനെ ബാക്കി അവിടെ കിടക്കുന്നുണ്ടാവും. ആ H ഇങ്ങോട്ടും കയറും, ഈ CH ഫ്രീ റാഡിക്കലിലേക്കും കയറും. H ഫ്രീ റാഡിക്കൽ വന്നിട്ട് CH ഫ്രീ റാഡിക്കലിലേക്ക് ചേർന്ന് ബോണ്ട് ഉണ്ടാകും. അപ്പോൾ രണ്ട് രൂപത്തിൽ ആൻസർ ഉണ്ടാവും. ഇവിടേക്കാണ് H കയറുന്നതെങ്കിൽ CH3, ഇവിടേക്കാണ് H കയറുന്നതെങ്കിൽ Cൻ്റെ ഒരു ഇലക്ട്രോണും Hൻ്റെ ഒരു ഇലക്ട്രോണും കൂടെ ചേർന്നിട്ട് CH2BR ഈ പ്രൊഡക്റ്റ് കിട്ടും. പ്ലസ് ഇവിടേക്കാണ് H കയറുന്നതെങ്കിൽ, ഈ കാർബൺ ഫ്രീ റാഡിക്കലിലേക്കാണ് H കയറുന്നതെങ്കിൽ CH3 CH, ഇവിടേക്കാണ് H കയറുന്നതെങ്കിൽ Hൻ്റെ ഫ്രീ റാഡിക്കലും കാർബണിൻ്റെ ഫ്രീ റാഡിക്കലും കൂടെ ചേർന്നിട്ട് CH2ലേക്ക് ഒരു H വരും, അഥവാ CH3BR. മക്കളെ, സെൻറ്ററിൽ BR വന്ന ആളാണോ മേജർ പ്രൊഡക്റ്റ്, അറ്റത്ത് BR വന്ന ആളാണോ മേജർ പ്രൊഡക്റ്റ്? അറ്റത്ത് BR വന്ന ആളാണ് മേജർ പ്രൊഡക്റ്റ്. കാരണം ഇവിടെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം നടന്നതുകൊണ്ട് കാർബൺ ആണ് മോർ സ്റ്റേബിൾ.
ഈ കാർബൺ ഫ്രീ റാഡിക്കലാണ്, ഈ കാർബൺ ഫ്രീ റാഡിക്കലാണ് മോർ സ്റ്റേബിൾ. അതുകൊണ്ട് നമുക്ക് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം ഇയാളായിരിക്കും മേജർ. ഇതാണ് നമ്മളെ കാറാഷ് എഫക്റ്റ് അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റ്. സോ രണ്ടിലും നടന്ന മെക്കാനിസം സെറ്റായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യത്തേതിൽ നടന്ന മെക്കാനിസം എന്ന് പറഞ്ഞാൽ അവിടെ പെറോക്സൈഡ് ഇല്ല. അപ്പോൾ HBr H+ Br- ആയിട്ട് ബ്രേക്ക് ചെയ്തു. പ്രൊപ്പീൻ 2 രൂപത്തിൽ ബ്രേക്ക് ചെയ്തു. Br- ഒരു ഭാഗത്ത്, H+ ഒരു ഭാഗത്തേക്ക് പോയി, Br- ഒരു ഭാഗത്തേക്ക് പോയി. അതിൽ മേജർ ആരാ നോക്കി, സെക്കൻഡറി കാർബോ കാറ്റയോൺ വെച്ചിട്ട്. പക്ഷേ ആൻറ്റി മാർക്കോണിക്കോഫ് റൂളിൽ കാർബോ കാറ്റയോൺ അല്ല, കാർബൺ ഫ്രീ റാഡിക്കലാണ്. അപ്പോൾ ആദ്യം പെറോക്സൈഡ് ബ്രേക്ക് ചെയ്ത് ഹോമോലിസിസ് നടന്ന് പെറോക്സൈഡിൻ്റെ ഒരു ഫ്രീ റാഡിക്കൽ ഉണ്ടായി C6H5. ദെൻ അത് HBr- ബ്രേക്ക് ചെയ്ത് Br ഫ്രീ റാഡിക്കൽ ഉണ്ടായി. ദെൻ നമ്മുടെ പ്രൊപ്പീൻ്റെ ഫ്രീ റാഡിക്കൽ ഇങ്ങനെ ഉണ്ടായി. അതിലേക്ക് Br ഒന്നുകിൽ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും, 2 രൂപത്തിലും വരാൻ ചാൻസ് ഉണ്ട്. Br അറ്റത്തേക്ക് പോയപ്പം CH ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന ഇയാളാണ് മോർ സ്റ്റേബിൾ. Br സെൻറ്ററിലേക്ക് വന്നപ്പം CH2 ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന ഇയാൾ പ്രൈമറിയാണ്. സോ അവിടെ നിന്ന് തന്നെ നമുക്ക് മേജർ കിട്ടി. ദെൻ ഇനി ഹൈഡ്രജനും കൂടി ചെന്നാൽ മതി. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ അവസാനമാണ് കയറുന്നത് എന്നർത്ഥം. നേരത്തെ ഹൈഡ്രജൻ ആദ്യം കയറി, Br ആണ് അവസാനം കയറുന്നത്. റെഡി? അപ്പോൾ നന്നായിട്ട് വരച്ച് പഠിച്ച് സെറ്റാക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ മക്കളെ. ഇതാണ് മാർക്കോണിക്കോഫിൻ്റെയും ആൻറ്റി മാർക്കോണിക്കോഫിൻ്റെയും മെക്കാനിസംസ്.